ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം ജോലി സാധ്യതകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് പല മിഥ്യാധാരണകൾ ഉണ്ടെങ്കിലും ഒരുപാട് പേര് ഇന്ന് നല്ല രീതിയിൽ ഹ്യൂമാനിറ്റീസൊക്കെ പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന, നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ചൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജോലി സാധ്യതകളും അതുപോലെ തന്നെ ഓപ്ഷൻസും ധാരാളമുള്ള 3 കോഴ്സുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് BA ആണ്. BA തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്സ്, BA ആർക്കിയോളജി, ഇങ്ങനെ ധാരാളം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മേഖലയാണോ ഇഷ്ടം അത് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും BA ഹോണേഴ്സ് ഡിഗ്രിയും BA നോർമൽ ഡിഗ്രിയും. നമ്മൾ സാധാരണ പഠിക്കുന്നത് BA നോർമൽ ഡിഗ്രിയാണ്. ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് എക്സ്ട്രാ നമുക്ക് പഠിക്കാനുണ്ടാവും, എക്സ്ട്രാ സ്റ്റാൻഡേർഡാണ്, പേപ്പേഴ്സൊക്കെ കുറച്ച് അധികം ഉണ്ടാവും. അതുപോലെ തന്നെ സിലബസ് കുറച്ച് വൈഡായിരിക്കും. അത്യാവശ്യം കുറേ അധികം കാര്യങ്ങൾ ഹോണേഴ്സ് ഡിഗ്രി എടുത്ത് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ BA ഹോണേഴ്സ് ഡിഗ്രി എടുത്ത് പഠിച്ചു, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും കുറവ് ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് മാർക്ക് മതിയായിരിക്കും PG ചെയ്യാനായിട്ട്. കാരണം ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡാണ്. BA ഹോണേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡാണ്. +2 നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടുക. അതായത് മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം നേടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യേണ്ടി വരും. അപൂർവം ചില കോളേജസുകളിൽ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ മറ്റ് എൻട്രൻസ് എക്സാം പോലെ എക്സാമുകളും ഒക്കെ നടത്താറുണ്ട്. നമുക്ക് മാർക്കൊക്കെ കുറവാണ്, നമുക്ക് അഡ്മിഷൻ വേണം എന്ന നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഡൊണേഷൻ നൽകിയിട്ട് നമുക്ക് നമ്മുടെ സീറ്റ് സ്വന്തമാക്കാവുന്നതാണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്താണോ പഠിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ബിരുദാനന്തര ബിരുദം അഥവാ PG ചെയ്യാവുന്നതാണ്. ടീച്ചിങ് മേഖലകളിലേക്കൊക്കെ പോകാൻ പറ്റുന്നവർക്ക് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് BDes അഥവാ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് സെലക്ട് ചെയ്യാനാവും. ഡിസൈനിങ് കോഴ്സുകൾ തന്നെ പല വിധത്തിലുണ്ട്. ഫാഷൻ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ്, ആർക്കിടെക്ട് ഡിസൈനിങ്, കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, ഫിലിം ആൻഡ് വീഡിയോ ഡിസൈനിങ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്, ഇങ്ങനെ ധാരാളം കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മേഖലയോടാണോ താല്പര്യം ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് വളരെയധികം ജോലി സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് ബാച്ചിലർ ഓഫ് ജേർണലിസം എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റീസ് കരിയർ ഓപ്ഷൻസിൽ വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണിത്. അത് മാത്രമല്ല ജേർണലിസം എന്ന് പറയുന്നത് മീഡിയാസുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. റൈറ്റിംഗ്, എഡിറ്റിംഗ്, റിപ്പോർട്ടിംഗ് ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഏജൻസികളിലും ടെലിവിഷൻ നെറ്റ്വർക്കുകളിലും അതുപോലെ തന്നെ പ്രിന്റ് മീഡിയാസിലും ഒക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും. ഇത് മാത്രമല്ല ഓൺലൈൻ ന്യൂസ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ധാരാളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ആയതിനാൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇത്തരക്കാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ.